ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ആക്ച്വലി വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റാർട്ടിങ് ഒരു ഇൻട്രോയും ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഞാൻ റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിസ്താഷ്യൽ വെച്ചിട്ട് ഒരു വാൾ ആർട്ട്, പിസ്താഷ്യൽ ആർട്ട് എന്നൊക്കെ പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാൻവാസിൽ കഴിഞ്ഞ നമ്മുടെ പെയിന്റിങ് ഇതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക, അതിനകത്തേക്ക് കുറച്ച് പെയിന്റും വെള്ളമൊക്കെ പാടെ ആയപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ആദ്യം ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊളായിപ്പോയി. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ സൈഡ്സ് മറ്റേ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സെന്റർ പാർട്ട് ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണതെന്ന് നോക്കാം. അപ്പൊ ഇതിനൊക്കെ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു അക്രിലിക് പെയിന്റ്സ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് അത് ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിസ്ത ഷെൽസ് കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ പെയിന്റിംഗ് ബ്രഷ്, പിന്നെ വേണ്ടത് നമുക്ക് ഗ്ലൂ ഗൺ എന്തിനാന്ന് വെച്ചാൽ പിസ്ത ഷെൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ നിങ്ങൾ ഫെവിക്കോളോ എന്താ വെച്ചിട്ട് ഒട്ടുമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചോളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഒരു 3D എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. എന്തായാലും ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ട്യൂലിപ്പ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അതിന് 3 പിസ്ത ഷെൽസ് ആണ് എടുക്കുന്നത്. അപ്പം ഞാൻ യെല്ലോ ആൻഡ് ഓറഞ്ച് കളർ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ആണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പം അതിനൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ ശരിയാവും. നമുക്കൊന്ന് നോക്കാം. ഒരു വൈറ്റ് കളറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എത്ര എത്ര ട്യൂലിപ്സ് വേണം? ഒരു 5 എണ്ണം ഒക്കെ മതിയാവും അല്ലെ? ചെറിയ ക്യാൻവാസ് ആണല്ലോ. അപ്പോ നമുക്കൊരു 3 ഓറഞ്ച് ട്യൂലിപ്സും 2 യെല്ലോ ട്യൂലിപ്സും ആക്കാം. അപ്പോൾ ഒരു ട്യൂലിപ്പിന് 3 ഷെൽസ് വേണം. അപ്പൊ നമുക്കൊന്ന് ആദ്യം പെയിന്റ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം പെയിന്റ് ചെയ്യുമ്പം അത് മേ ബി കൊളവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് എത്ര എണ്ണം വേണം? ചിലപ്പം 3 into 5 ആണെങ്കിൽ 5 ട്യൂലിപ്സാ വേണ്ട വെച്ചാൽ 15 ഷെൽസ് പെയിന്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം. ഇതാ ഇപ്പം 3 ഷെൽസ് എടുത്തു. ഇപ്പൊ ഒരു ട്യൂലിപ്പ് ഫ്ലവറിനുള്ളതായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് യെല്ലോവും ഓറഞ്ചും മാറി മാറി കളർ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ അതാ നമ്മള് 3 ഓറഞ്ച് ട്യൂലിപ്സിനുള്ളയും അതേപോലെ 2 യെല്ലോ ട്യൂലിപ്സിനുള്ള ഷെൽസും പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ എന്താ പറയാ, പ്ലെയിൻ ആയി പോകണ്ടെന്ന് വെച്ചിട്ട് നടുക്ക് കൂടെ ആ ഒരു ഷെയ്ഡ് വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഷെൽസ് ഉണങ്ങട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ക്യാൻവാസിൽ ഇതിന്റെ സ്റ്റെംസ് ഏതാണ്ട് ഒന്ന് വരച്ചു വെക്കാം. സ്റ്റെംസും ലീവ്സ് ഒക്കെ. എന്നാ പിന്നെ അത് ഒട്ടിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും എടുക്കുന്നുണ്ട്. അപ്പോ ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് ട്യൂലിപ്സ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ. ഇനി ബാക്കി മിനുക്ക് പണികൾ നമുക്ക് ട്യൂലിപ്സ് ഒട്ടിച്ചതിന് ശേഷം നോക്കാം. അപ്പൊ അതാ ഷെൽസ് ഏകദേശം പെയിന്റ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം ഫുൾ ഉണങ്ങിയിട്ടില്ല. എന്തായാലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് മുകളിൽ ഒരു ഓറഞ്ച് ട്യൂലിപ്പ് തന്നെ ചെയ്യാം.
അപ്പൊ ഇതാ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ഗ്രീനേ ഒരു സുഖമില്ല. അപ്പൊ എന്റെ കയ്യിൽ കുറച്ചും കൂടെ ലൈറ്റ് ഗ്രീൻ ഒന്നും ഉണ്ടായിരുന്നു. നമുക്ക് അത് വെച്ചിട്ട് ഒന്ന് ലീവ്സും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇതാ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എന്റെ കയ്യിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തിൻ ബ്രഷ് ഇല്ല, ആ പോയിന്റഡ് ബ്രഷ് ഇല്ല. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ നന്നായി വരയ്ക്കുന്നതല്ല കേട്ടോ പറയുന്നത്. എന്നാലും ആ തിൻ ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഇങ്ങനത്തെ ഇതൊക്കെ വരയ്ക്കാനായിട്ട്. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ മാസ്കിംഗ് ടേപ്പ് ഊരിയിട്ട് ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്കറിയാം ഈ എന്തായാലും പറയുന്ന ലീവ്സും സ്റ്റെമ്മും അത്രയും കൂടെ സെറ്റ് ആയിട്ടില്ലാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ബ്രഷും നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷും കുറച്ച് നല്ലതായിരിക്കണം. അതായത് പോയിന്റഡ് ബ്രഷ് അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആയിരിക്കണം. എന്തായാലും ഒരു രസം അല്ലേ നമ്മള് പിസ്ത ഷെൽസ് ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.